അലമാരി അതൊക്കെ കുറേ കിടപ്പുണ്ട്. ലക്ഷങ്ങൾ മതിപ്പുള്ള സാധനങ്ങളാണ് കിടക്കുന്നത്. ഗവൺമെന്റിന് എന്തുമാത്രം നഷ്ടമായിട്ടിരിക്കും. ഇത് അധികാരികളൊക്കെ ഇത് ശ്രദ്ധിക്കുന്നില്ല. രണ്ടായിരത്തി 2018 മഹാമാരിയെടുത്ത മൂന്നാർ സർക്കാർ കോളേജ് കെട്ടിടം നാശത്തിലേക്ക്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഫർണിച്ചറുകളും മറ്റുപകരണങ്ങളും ഉപയോഗിക്കാതെ ചിതറെടുക്കുന്നു. പ്രളയത്തെ തുടർന്ന് കെട്ടിടത്തിന് ബലക്ഷയമെന്ന് കണ്ടെത്തിയതോടെയാണ് കോളേജ് അടച്ചുപൂട്ടിയത്. നാളുകളേറെ പിന്നിട്ടപ്പോൾ കോളേജിന് അകത്തുണ്ടായിരുന്ന ഉപകരണങ്ങൾ ഓരോന്നും മോഷണവും പോയി തുടങ്ങി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണിപ്പോൾ പ്രദേശവാസികളടക്കം ആവശ്യപ്പെടുന്നത്. ഞാൻ തൊഴിലുറപ്പിന് പണിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ ഗവൺമെന്റ് കോളേജിൽ വന്നതാ. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഈ കെട്ടിടമൊക്കെ തകർന്നു പോയാ കിടക്കുന്നത്. ആ കെട്ടിടത്തിനകത്ത് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അലമാരി അതൊക്കെ കുറേ കിടപ്പുണ്ട്. ലക്ഷങ്ങൾ മതിപ്പുള്ള സാധനങ്ങളാണ് കിടക്കുന്നത്. ഗവൺമെന്റിന് എന്തുമാത്രം നഷ്ടമായിട്ടിരിക്കും. ഇത് അധികാരികളൊക്കെ ഇത് ശ്രദ്ധിക്കുന്നില്ല. മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമാണ് കോളേജ് ഉള്ളത്. കാലവർഷം ഏറെ കനത്ത 2018 അപ്രതീക്ഷിതമായാണ് പ്രളയമെത്തിയത്. ഇതോടെ ഏറെ ദിവസം അടച്ചിട്ട കോളേജ് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പഠനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. എന്നാൽ കോളേജിലുണ്ടായിരുന്ന ഫർണിച്ചറും മറ്റുപകരണങ്ങളുമെല്ലാം ഇപ്പോഴും അവിടെയുണ്ട്. കോളേജിന് സ്വന്തമായി കെട്ടിടമില്ലാതായിട്ട് വർഷങ്ങളായെങ്കിലും പുതിയ കെട്ടിടം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. അതിനായുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നഷ്ടപ്പെടുന്നത് ആരും വന്ന് ഇത് ഏറെടുത്ത് നോക്കുന്നില്ല. ഇത് വന്നിട്ട് സർക്കാരിന് വേണ്ടിയിട്ട് ഞാൻ അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ബോധിപ്പിക്കുന്നു. മോഷണം പോയിട്ടുണ്ട്. മോഷണം പോയതൊക്കെ എന്തെന്നൊക്കെ അറിയത്തില്ല, നമുക്കറിയത്തില്ല. പക്ഷെ മോഷണം പോയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കുറെ സാധനങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ ഈ കോളേജ് നടത്തിയിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ പണി ചെയ്ത 20 വർഷമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ കുറെ ഇരുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാ. പക്ഷെ ഇപ്പൊ അങ്ങനെ അത്രയും സാധനം ഇല്ല, കുറച്ചുകൊണ്ട്. പക്ഷെ ലക്ഷങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയാൽ അവിടേക്കുള്ള ഫർണിച്ചറുകളും മറ്റുപകരണങ്ങളും വീണ്ടും പണം കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ്. ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും വിദ്യാർത്ഥികളും. ETV ഭാരത്, ഇടുക്കി.